ഞാൻ ഇവിടെ വന്ന ആൾക്കാരോട് നിങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരാശയക്കുഴപ്പം നമ്മൾ ഒഴിവാക്കണം. ഇന്നൊരു ആശയക്കുഴപ്പത്തിലാണ് മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ. എന്താണ് ആശയക്കുഴപ്പം? ഇവിടെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ, രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ. ഒന്നാമത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ലിബറൽ വേൾഡ് ഓർഡറാണ്. അതായത് ജീവിതം ഇവിടത്തോടുകൂടി അവസാനിക്കും, ഇനി രണ്ടാമതൊരു ജീവിതമല്ല. ഇതാണ് ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ വേഗം ഇവിടുന്ന് പോകണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ ഇരിക്കുന്നത് വെറുതെയാണ്. നിങ്ങൾ ഈ നിയമങ്ങളൊന്നും പാലിക്കണ്ട. ഇപ്പൊ എന്താ സംഭവിക്കണത് അറിയോ? കുറെ ഇതും ചെയ്യും, കുറെ അതും ചെയ്യും. അങ്ങനെ ആകാൻ പാടില്ല. കാരണം ആ മൈൻഡ് സെറ്റപ്പ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത എന്താ അറിയോ? അതാണ് മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള ചിന്ത. എന്റെ ശരീരം എന്റെ അവകാശമാണ്, എന്നോട് ചോദിക്കണ്ട, ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും. എല്ലാം നിങ്ങളെ പ്രായത്തിൽ കേൾക്കുന്ന ഏറ്റവും വലിയൊരു വാക്കേതാ, എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന വാക്കേതാ? കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും എല്ലായിടത്തുനിന്നും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എപ്പോ തുറന്നാലും കേൾക്കുന്ന വാക്കെന്നാ? ഹേ ഗേയ്സ്, വാ വരൂ അടിച്ചു പൊളിക്കാം അല്ലേ? ഈ അടിച്ചു പൊളിക്കലല്ലേ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക്. അത് എവിടെ നിങ്ങൾ നോക്കുള്ളൂ, ഈ പ്രായത്തിലുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് നമുക്ക് അടിച്ചു പൊളിക്കാം. അതിന്റെ അർത്ഥം എന്താ അറിയോ? ജീവിതം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് തീരണീന് മുമ്പ് അടിച്ചു പൊളിച്ചോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റപ്പിൽ, ഒരു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു തലയാണ് നമ്മുടേതെങ്കിൽ പള്ളിയിൽ പോണത് വേസ്റ്റ് ആണ്, ക്ലാസ് കേൾക്കുന്നത് വേസ്റ്റ് ആണ്, ഖുതുബ കേൾക്കുന്നത് വേസ്റ്റ് ആണ്, നിസ്കരിക്കുന്നത് വേസ്റ്റ് ആണ്, അതുപോലെ നല്ല മര്യാദക്ക് വേഷം ധരിക്കുന്നത് വേസ്റ്റ് ആണ്, വാപ്പ ഉമ്മ കുടുംബം എന്നൊക്കെ പറയുന്നത് വേസ്റ്റ് ആണ്. കാരണം ഇതൊക്കെ എന്താണ്? അടിച്ചു പൊളിക്കാൻ തടസ്സല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അസ്വസ്ഥതയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ അടിസ്ഥാന കാരണം മനസ്സിലാക്കണം. നമ്മുടെ ഏത് മൈൻഡ് സെറ്റപ്പിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് കൺഫ്യൂഷനാണ്. കാരണം ഞാൻ അവരെ ഭാഗത്തുള്ളത് എങ്ങനെ അറിയോ? അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റപ്പുള്ള ആൾക്കാര് അവർ ഇതൊക്കെ വിട്ടാൻ പോകുക നല്ലത്. എന്താ പറയുക, അവർക്ക് തോന്നിയ മാതിരി ജീവിക്കാം, തോന്നിയ മാതിരി പോകും. അങ്ങനെ എത്ര ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞോളും. ഈ രണ്ടിലും കെട്ട അവസ്ഥ ഏറ്റവും വലിയ പ്രശ്നമാണ്. മറ്റേ ഇവിടെ പൂത്തിരി കത്തണമാതിരി കത്തിയാണ് തീർന്നോളും, അവസാനം കമ്പിത്തിരി ഉണ്ടാവും. കത്തും നല്ല രസാ കാണാൻ, അതേമാതിരി തന്നെ ഉണ്ടാകുക. മനസ്സിലായോ? നമ്മൾ ലഹരിയുടെ പ്രശ്നവും പ്രണയത്തിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇവർക്ക് തലയിൽ കയറൂല. കാരണം എന്താ? മദ്യം കുടിച്ചാല് എന്റെ പാൻക്രിയാസ് അടിച്ചു പോണി, ഞാൻ അടിച്ചു പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? ഞാനാണ് മരിക്കണെങ്കിൽ മരിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ? കാരണം മരിക്കണീന് മുമ്പ് പരമാവധി ആസ്വദിക്കല്ലേ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ ആസ്വദിക്കാണ്. ആ ചിന്താഗതിയുള്ള ആളുകളെ തലയിക്കുന്നൊന്നും പറഞ്ഞാൽ കയറൂല. അതാണ് ഇവിടെ വിഷയം. എന്നാൽ രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താ? ഒരു റിലീജിയസ് വേൾഡ് ഓർഡറാണ്. അതായത് മതപരമായ ചിട്ടയോടുകൂടി ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരാണ്. അവരെ മനസ്സെന്താ? ജീവിതം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് പരീക്ഷാ ഹാളാണ്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ളതാണ്. അവിടെയാണ് എന്നും ജീവിക്കാനുള്ളത്, അവിടെ മരണമല്ല. ഇത് വേറൊരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ ഒരുപാട് പരീക്ഷ ചെയ്ത ആൾക്കാരല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ പരീക്ഷാ ഹാൾക്ക് കയറിയിട്ട് ആ പരീക്ഷാ ഹാളാണ് യഥാർത്ഥ ജീവിതം എന്ന് വിചാരിച്ച എങ്ങനെ ഉണ്ടാവും? അത് നിങ്ങൾക്ക് അറിയാം. ഈ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്, 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ആണ് സമയം. അതിനുള്ളിൽ എന്ത് ചെയ്യണം? ഞാൻ എഴുതിയാലേ എനിക്ക് ഇതുകൊണ്ടൊരു ജീവിതത്തിൽ ഒരു ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ് എന്താ? ആ 2 മണിക്കൂറിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാം? ഒരാളിങ്ങനെ പരീക്ഷാ ഹാളിൽ കയറി കണ്ട് കെട്ടിയ കടലാസും കാര്യങ്ങളും അവിടെ ഇങ്ങനെ വെച്ചിട്ട് ചുമരുമൊക്കെ ഇങ്ങനെ നോക്കുക. എന്താ ഈ ഗവൺമെന്റ് സ്കൂളിന്റെ കഥ? അവിടേക്ക് ആകെ പോസ്റ്റർ കൊട്ടിച്ച്, അവിടെ തേച്ചിട്ടില്ല, ഇവിടെ വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല. ഏത് സർക്കാരാ ഭരിക്കണത്? എന്താ ഇതിന്റെ കഥ? താഴേക്ക് നോക്കുമ്പോൾ കുറെ സ്ഥലം അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതൊന്നും എന്താ ശരിയാക്കാത്തത്? പിന്നെ വേറെ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രാവ് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു പ്രാവ് തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിങ്ങനെ. അപ്പൊ അതിങ്ങനെ നോക്കിയിരിക്കുക. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ഒരു ചെങ്ങായി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ അവനെ പറ്റി പറയാം? യഥാർത്ഥത്തില് അവൻ എന്താണ് ഇത് പരീക്ഷ ഹാളെന്ന് മനസ്സിലായിട്ടില്ല. ഈ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് പരീക്ഷാ ഹാളാണ് എന്ന കാഴ്ചപ്പാടുകാരാണ് നമ്മൾ.
മനസ്സിലായിട്ടോ? എന്നാൽ ജീവിതം എവിടെയാണ്? യഥാർത്ഥ ജീവിതം പരലോകത്താണ്. അപ്പൊ പരീക്ഷാ ഹാളിൽ നിന്നാൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ വേണ്ടേ? നമുക്ക് ദാഹിച്ച വെള്ളം കുടിക്കാം, അതുപോലെ നമുക്ക് ഭക്ഷണത്തിനുള്ള പിന്നെ അവിടെ ഭക്ഷണം കഴിച്ചിട്ടാണ് അതിനുള്ളിൽ കയറേണ്ടത്. അവിടെ അത്യാവശ്യ സൗകര്യങ്ങൾ വേണം, എല്ലാ കാര്യങ്ങളും വേണം. അത് അത്യാവശ്യമേ വേണ്ടുള്ളൂ. നമുക്ക് ശരിക്കും ജീവിക്കാനുള്ളത് അതിന് പുറത്താണ്. ഇതേപോലെ ഈ ലോകത്ത് ഇത് ശാശ്വതമായ ജീവിതമല്ല, ഇത് നശ്വരമാണ്. ഞാൻ ആർക്കെങ്കിലും തർക്കമുണ്ടോ? തർക്കമുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ അപ്പോ മങ്കട ഭാഗത്ത് കുറച്ച് കുട്ടികൾ, നിങ്ങളെയൊക്കെ പ്രായത്തിലുള്ള ആൺകുട്ടികളാണ്, അവര് മലന്റെ മുകളിൽ കാഴ്ച കാണാൻ വേണ്ടി പോയതാ. പെട്ടെന്ന് ഇടിവാള് മിന്നി അവിടെ വെച്ചുകൊണ്ട് തന്നെ 2-3 ആള് മരിച്ചു. ബാക്കി കുട്ടികൾ ഇപ്പോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഒരു സ്കൂളിൽ നിന്നല്ലേ ടൂറ് പോയിട്ട് ആ സ്കൂളിലെ മിക്കവാറും അധ്യാപകര് മരണപ്പെട്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച്, ജീവിതം അത്രേ ഉള്ളൂ. സുമ്മ ഇന്നക്കും ബഅദ ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. നിങ്ങൾ അതിനുശേഷം മയ്യിത്തുകളാവുക തന്നെ ചെയ്യും. ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? മതത്തെ നിഷേധിക്കുന്ന ആൾക്കാർ ഇതിന് മറുപടി പറയണം. നമ്മുടെ തൊലി ചുളുങ്ങുന്നതിനെ പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? നമ്മുടെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നത് പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? നമ്മുടെ കാതിന്റെ കേൾവി കുറഞ്ഞു പോകുന്നത് പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? നമ്മുടെ വാർദ്ധക്യാവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വയസ്സിനെ പിടിച്ചു നിർത്താൻ ആർക്കാ കഴിയുക? ഇതിന് കഴിയുമെങ്കിൽ നമുക്ക് സ്വർഗം നിഷേധിക്കാം, നരകം നിഷേധിക്കാം, പരലോകം നിഷേധിക്കാം. പക്ഷെ ഇതിനാർക്കും കഴിഞ്ഞിട്ടില്ല. സ്വേച്ഛാധിപതികളായി, ഏകഛത്രാധിപതികളായി ലോകം മടക്കിവാണ ഹിറ്റ്ലർ ആകട്ടെ, മുസോളിനി ആകട്ടെ, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹാമാനാകട്ടെ, ഫിർഔനാകട്ടെ, ആസറാകട്ടെ, ഈ കാലഘട്ടത്തിൽ പിഞ്ചോമന പൈതങ്ങളെ, നിരപരാധികളെ ബോംബിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയാകട്ടെ, ഇസ്രായേലാകട്ടെ, അവരൊക്കെ തന്നെ, അവരുടെ നായകന്മാരൊക്കെ തന്നെ മരണത്തിന് കീഴ്പ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അതിനുശേഷം മരിക്കുന്ന ചെയ്യുന്നതാണ്. ആ മരണം ഏത് സമയത്താന്ന് പോലും നമുക്കറിയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാന് ഒരു പൊതുപരിപാടി പ്രസംഗിച്ചു. അതേപോലെ പറഞ്ഞു, എന്ത്, ഇപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആളിപ്പോ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ വീട്ടിൽ എത്തിയപ്പോ പറഞ്ഞത്, അവിടെ ഉണ്ടായിരുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ഭാര്യ പരിപാടി കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും എന്ത് ചെയ്തു? മരണപ്പെട്ടു പറഞ്ഞുകൊണ്ട് വിളിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണ വീട്ടിൽ പോയി. അപ്പൊ ആ സ്ത്രീ എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീയാണ്. ഉച്ച സമയത്ത് സാധാരണ മയങ്ങാൻ കിടക്കുന്ന പോലെ ഒന്ന് ഉറങ്ങിയതാണ്, എണീക്കണില്ല. അപ്പൊ വീട്ടുകാർ വിചാരിച്ചു എന്ത്, പിന്നെ ഉറങ്ങിയിരിക്കുന്നു. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് എണീക്കാത്ത വന്നപ്പോൾ പോയി വിളിച്ചു നോക്കുമ്പോ ഉറക്കത്തിൽ മരിച്ചിരിക്കും. നമ്മളൊന്നാലോചിക്കും, ഒരു കുഴപ്പമില്ല തമാശ. അപ്പൊ നമ്മളെപ്പോഴാ അള്ള കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മരണത്തിന് ശേഷം രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്നുള്ളതും സത്യമാണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ഖിയാമത്ത് നാളിലാണ് നിങ്ങളെ രണ്ടാമത് ഉയർത്തി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നേ ചെയ്യും. ആർക്കെങ്കിലും തർക്കമുണ്ട് ആ വിഷയത്തിന്? ഇത് പടച്ചോൻ തന്ന ചെറിയ ബുദ്ധി കൊണ്ട് മനുഷ്യന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടുന്ന് പോയാലും എന്നെപ്പോലെ എൻ്റെ ശബ്ദവും എൻ്റെ രീതിയും വെച്ചുകൊണ്ട് AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്രസംഗം, അല്ലെ, എന്നെ എങ്ങനെയാണോ ഞാൻ എന്നെ കാണിക്കേണ്ട കാര്യം കാണിക്കാൻ പറ്റില്ല. നിങ്ങളെ കാണില്ല പോയി. ഇത് മനുഷ്യന്മാർക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഈ ബുദ്ധി പിന്നെ ഈ സൃഷ്ടിച്ച പടച്ചോന് നമ്മൾ മരിച്ചതിന് ശേഷം രണ്ടാമത് നമ്മളെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയണില്ല. എന്താ നമുക്ക് സർക്കിള്? അമേരിക്കയിൽ നടക്കുന്ന സംഗതിയല്ലേ ഇവിടെ വെച്ച് നമ്മൾ കാണി. ഇന്റർനെറ്റ് എന്ന സംവിധാനത്തെ അത്ഭുതം നോക്കി നിങ്ങൾ. ഇത് പടച്ചോൻ എന്ന ബുദ്ധി കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച പടച്ചോന് ഇനി രണ്ടാമത് നമ്മളെ കബർന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഉറപ്പിച്ചോളി മക്കളെ, ഇതല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം രണ്ടാമത് നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെ പിന്നെ മരണമല്ല, അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അവിടെ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തർ വരും, ആരും നമ്മളെ സഹായിക്കണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. യൗമ യഫിറുൽ മർഉ മിൻ അഖി. ഓരോ മനുഷ്യരും അവിടെ വരുമ്പോ എങ്ങനെയിരിക്കും എന്നറിയോ? സ്വന്തം സഹോദരനിൽ നിന്ന് ഫറ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ അറിയോ? ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു മാൻപേട പെട്ടാൽ എത്ര പേടിച്ചുകൊണ്ടതോടും, വിറളി പിടിച്ചോടും.
ഇതേപോലെ വാപ്പയിൽ നിന്ന് ഉമ്മ, ഉമ്മയിൽ നിന്ന് വാപ്പ, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ, മക്കളിൽ നിന്ന് മാതാപിതാക്കൾ പരസ്പരം കണ്ടാൽ ഇതിന്റെ മോളാണ്, ഇതിന്റെ മോനാണ് എന്നല്ല, അവനാന്റെ കാര്യം അവനാ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഒരു ഭാഗത്ത് നരകം, ഒരു ഭാഗത്ത് സ്വർഗം. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗം ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് നരകം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്തതാ സ്വർഗം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കും, പടച്ചോനെ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് പോകാൻ എന്റെ അടുക്കൽ എന്തുണ്ട് എന്ന് ഇവിടുന്ന് ചിന്തിക്കാത്തവൻ അവിടുന്ന് ചിന്തിക്കും, ആലോചിക്കും. പക്ഷെ അവിടുന്ന് ആലോചിക്കുമ്പോ വട്ടപൂജ്യമാണ്. നമസ്കരിച്ചത് ഓർമ്മ വരുന്നില്ല, 5 വക്ത് തികച്ചത് ഓർമ്മ വരുന്നില്ല, ദിക്ർ ചൊല്ലിയത് ഓർമ്മ വരുന്നില്ല, ദീനിന്റെ ഒരു മജ്ലിസിൽ പോയത് ഓർമ്മ വരുന്നില്ല, അവനവന് വേണ്ടി ദീനിയായ കാര്യങ്ങൾ ചെയ്തത് ഓർമ്മ വരുന്നില്ല. വാപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വേണ്ടി കഷായം കുടിക്കുന്നത് പോലെയാണ് മതപരമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുള്ളത്. ഒരു തൃപ്തിയും നമുക്ക് മനസ്സിൽ വരുന്നില്ല. പക്ഷെ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കഴിയോ? ഒന്നും അവിടെ വെച്ച് പുതിയതായി ചെയ്യാൻ കഴിയില്ല. കാരണം അത് വിചാരണയുടെ ദിവസമാണ്, കർമ്മത്തിന്റെ ദിവസം ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ മരിച്ചുപോയി. അപ്പൊ മനുഷ്യന്മാര് പറയത്തില്ല, പടച്ചോനെ, ഇപ്പൊ ഞങ്ങൾക്ക് നരകണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് സ്വർഗണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട്. അതൊന്ന് പ്രസംഗത്തിൽ കേട്ടപ്പോ ഞങ്ങൾ അംഗീകരിച്ചില്ല, ഖുതുബയിൽ കേട്ടപ്പോ ഞങ്ങൾ അത് ഉൾക്കൊണ്ടില്ല. എന്റെ വാപ്പ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പരിഹസിച്ചു, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞപ്പോ അത് തള്ളവൈബാണെന്ന് പറഞ്ഞു, എന്റെ സമൂഹം എന്നോട് ആ കാര്യം പറഞ്ഞപ്പോ അതേതോ 6-ാം നൂറ്റാണ്ടിലെ മതമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോഴിതാ എനിക്കത് മനസ്സിലായിരിക്കുന്നു, എനിക്കത് കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അവർ നരകം കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. അപ്പ മനുഷ്യന്മാര് പറയും, ഒന്ന് ദുനിയാവുക്ക് തിരിച്ചയക്കണം, അല്പസമയം ഞങ്ങൾക്കൊന്ന് തരണം, ഞാൻ നമസ്കരിച്ചു വരാം, ഞാൻ നിനക്ക് സുജൂദ് ചെയ്തു വരാം, ഞാൻ നീ പറയുന്നത് പോലെ ജീവിച്ച് തിരിച്ചു വരാം, അല്ലാഹുവേ തിരിച്ചയക്കണേ എന്നവിടെ വിലപിച്ചുകൊണ്ട് മനുഷ്യന്മാര് പറയും. പക്ഷേ അല്ലാഹ് പറയും, അത് പറയുന്നവന്റെ ഒരു പറച്ചിൽ മാത്രമാണ്. നിനക്ക് ചിന്തിക്കാവുന്നിടത്തോളം സമയം, നിനക്ക് ആലോചിക്കാവുന്നിടത്തോളം സമയം ഞാൻ ദുനിയാവിൽ തന്നിട്ടുണ്ട്. പക്ഷേ നീ അത് ഉൾക്കൊണ്ടില്ല, നീ അത് കേട്ടില്ല, അത് പരിഹസിച്ച് തള്ളി, അത് പുരോഗമനമല്ലെന്ന് പറഞ്ഞു, അത് പ്രാകൃതമാണെന്ന് പറഞ്ഞു, എന്റെ സുഹൃത്തുക്കൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞു, എന്റെ കൂട്ടുകാരികൾ അതിനെതിരാണെന്ന് പറഞ്ഞു, ഞാൻ മാത്രമേ മഫ്തയിടുന്നുള്ളൂ എന്ന് പറഞ്ഞു, ഞാൻ മാത്രമേ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു. പക്ഷേ ഇവിടെ ഇനി രണ്ടാമത് എന്നെ പറഞ്ഞേക്കണ പരിപാടിയില്ല എന്നാണ് അള്ളാഹ് പറയാന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ട് എന്ന് ഉറപ്പിച്ചോളി. ഞാൻ പറയുന്നത് എന്താ, ഇന്നിവിടെ വന്ന ആൾക്കാർ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറയും. ഒന്നുകിൽ ദുനിയാവിന്റെ മക്കളാകുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കൂനു അബ്നാഅൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം, ഒരിക്കലും ദുനിയാവിന്റെ മക്കളായി നിങ്ങൾ മാറരുത്.